ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിലുള്ള മുഴുവൻ സുന്നികളും ശൈഖുന കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സന്ദേശയാത്ര കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് മംഗലാപുരത്ത് അവസാനിക്കുമ്പോൾ കാസർഗോഡിന്റെ വിരുമാറിൽ നിന്ന് ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്ര തിരുവനന്തപുരത്ത് 17-ാം തീയതി അവസാനിക്കേണ്ടതായിരുന്നു. 1ഉം 2ഉം കേരള യാത്ര കണ്ടവരാണ് നാം. അതിന്റെ മനോഹാരിതയും ആ കേരള യാത്ര കൊണ്ടുണ്ടായ അനുഭൂതികളും അനുഭവിച്ചറിഞ്ഞവരാണ് നാം എല്ലാവരും. എന്നാൽ ഏറെ സങ്കടകരമെന്ന് പറയട്ടെ, ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്ര ഒഴിവാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെയേറെ സങ്കടകരമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കേരള യാത്ര കൊണ്ട് ശൈഖുന കാന്തപുരം ഉസ്താദ് ഉദ്ദേശിച്ചത് എന്താണെന്നും എന്തിനു വേണ്ടിയാണ് 1ഉം 2ഉം കേരള യാത്ര നടത്തിയത് എന്നും 3-ാം കേരള യാത്ര എന്തിനു വേണ്ടിയാണ് എന്നും നാം അറിയേണ്ടതുണ്ട്. അത് നമുക്ക് കേട്ടിട്ട് കേരള യാത്ര ഒഴിവാക്കിയ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. മഹാനായ ശംസുൽ ഉലമ EK ഉസ്താദിന്റെ ആത്മാവ് പൊറുക്കൂല കൂട്ടരെ നിങ്ങളോട്. ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെ സമസ്ത വിളന്നത് അല്ലെന്ന് പറയുന്നില്ല. പക്ഷെ മഹാനായ ശംസുൽ ഉലമ EK ഉസ്താദ് അവരുടെ അവസാന സമയത്ത് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു? നോക്കൂ നിങ്ങൾ, ചന്ദ്രികാ ദിനപത്രം 96-ലെ ചന്ദ്രികാ ദിനപത്രമാണ് നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്നത്. എന്റെ കയ്യിലുണ്ട്. എന്താണതിൽ ശംസുൽ ഉലമ അവിടുത്തെ അവസാനത്തെ ആഗ്രഹം ശംസുൽ ഉലമ പറഞ്ഞതായി ചന്ദ്രിക എഴുതിയത് എന്താണ് എഴുതിയത്? ആരാണ് ആ ലേഖനം എഴുതിയത്? അബ്ദുറഹ്മാൻ കല്ലായി എന്ന് പറയുന്ന ആളാണ്. അയാൾ ആരാ? രാഷ്ട്രീയത്തിൽ അയാൾ മുസ്ലിം ലീഗുകാരനാണ്. ചേലാരി സമസ്തയുടെ SYSന്റെ വലിയ ഗുലേണ്ടറുമാണ്. ഈ അബ്ദുറഹ്മാൻ കല്ലായി എഴുതിയ ചന്ദ്രികാ ദിനപത്രത്തിൽ 96-ലെ ചന്ദ്രിക, ആഗസ്റ്റ് മാസം 20 വെള്ളിയാഴ്ചത്തെ ചന്ദ്രിക, ഓഫീസായിട്ട് ബന്ധപ്പെട്ട് ഇന്നും കിട്ടും ഈ ചന്ദ്രിക. ഇത് ശംസുൽ ഉലമ അബ്ദുറഹ്മാൻ കല്ലായിയോട് പറഞ്ഞതെന്താ? സമസ്തയുടെ പുനരേകീകരണം അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷമായിരുന്നു. ഇരുഭാഗത്തുമുള്ള പണ്ഡിതന്മാരോട് വിനീതമായി ഉണർത്തട്ടെ, ശൈഖുനാക്ക് നാം നിർമ്മിക്കുന്ന ഏറ്റവും ഉചിതമായ സ്മാരകം ഇരു സമസ്തകളുടെയും മാന്യമായ പുനരേകീകരണമാണ്. അല്ല, ശംസുൽ ഉലമ EK ഉസ്താദ് കണ്ണീർ അങ്ങനെ വല്ലാതെ കുടിപ്പിച്ചു എന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത്. അങ്ങനെ കുരുത്തക്കേട് പറ്റിപ്പോയൊരു പാർട്ടിക്കാരാണ് AP-ക്കാർ എന്നാണല്ലോ ഇപ്പൊ വരെ പ്രചരണം. അങ്ങനെയാണെങ്കിൽ അന്നം തിന്നുന്ന ചേലാരിക്കാരോട് ഞാൻ ചോദിച്ചോട്ടെ, ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷം ഇങ്ങനെ ഉണ്ടാവോ? ശംസുൽ ഉലമ അവസാന സമയത്ത് എന്താ പറയാ? ഒരു കാരണവശാലും AP വിഭാഗത്തിന്റെ കൂടെ നമ്മുടെ ഒരാൾ പോലും പങ്കെടുക്കരുത്, പ്രവർത്തിക്കരുതെന്ന് ശംസുൽ ഉലമ പറയുമായിരുന്നില്ലേ? അങ്ങനെ ശംസുൽ ഉലമ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, 2 സമസ്തയോടും ഒന്നിക്കണമെന്നായിരുന്നു മഹാനായ ശംസുൽ ഉലമ അവസാനമായിട്ട് അവിടുത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചത്, അവിടുത്തെ ആഗ്രഹം അറിയിച്ചത്. ഇനി എന്റെ സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ്, കണ്ടില്ലേ നിങ്ങൾ, AP ഉസ്താദ് പ്രസംഗിക്കുമ്പോഴൊക്കെ ഐക്യത്തെക്കുറിച്ച് പറയുന്നത്. കാരണം സുന്നികൾ ഐക്യപ്പെടണം. പരമാവധി എങ്ങനെ മഹല്ലിൽ ഭിന്നിപ്പുണ്ടാകാൻ പറ്റുന്ന ഒരു മഹല്ലിലെ ഖത്തീബിന്റെ റോൾ എന്താ? അല്ല, അതും ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കുടുംബങ്ങൾ തെറ്റിക്കല ഒരു മഹല്ലിലെ ഖത്തീബ് ചെയ്യേണ്ടത്. കുടുംബങ്ങൾ വല്ലതും തെറ്റി നിൽക്കുന്നെങ്കിൽ എങ്ങനെയൊക്കെ അത് കൂട്ടാന്നുള്ള ശ്രമം നടത്തേണ്ടത്. ഉള്ള കുത്തിത്തിരിപ്പ് മുഴുവുണ്ടാക്കുന്ന മൗലിയന്മാര് എന്തൊരു ദുൽമാണിത്. നാട്ടുകാര് പാവങ്ങളായിരിക്കും,
ഒരേ ആശയത്തിലും ഒരേ ആദർശത്തിലും ജീവിക്കുന്നവരല്ലേ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളുകൾ. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് മഹാനായ എ പി ഉസ്താദ് പറഞ്ഞു, ഐക്യം ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്. മുസ്ലിമീങ്ങൾ അനൈക്യപ്പെടേണ്ടവരല്ല, ഐക്യപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് എ പി ഉസ്താദ് എന്നും ശംസുൽ ഉലമയുടെ ഈ അന്ത്യാഭിലാഷം നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണം. എ പി ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം നിങ്ങൾ കേട്ടോളൂ. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ ഐക്യപ്പെടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സുന്നി ഐക്യം ഇങ്ങനെ പറഞ്ഞു നടന്നാൽ പോരാ, അതിന് മുന്നോട്ട് വരണം. മുസ്ലിംകൾ ഇസ്ലാം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വരണം. ഇത് പറയുമ്പോ സുന്നി ഐക്യമെന്നോ മുസ്ലിം ഐക്യമെന്നോ പറഞ്ഞാൽ ഈ ഐക്യം കൊണ്ട് മറ്റുള്ളവരെ എതിർക്കാനല്ല. ഒരു സമുദായത്തിന് വേണ്ടി നന്മ ചെയ്യുന്നത് അത് വർഗീയതയല്ല. സമുദായത്തിന് വേണ്ടി നന്മ ചെയ്യുന്നത് ഒരിക്കലും വർഗീയതയല്ല. സമുദായം ഐക്യപ്പെടുന്നത് വർഗീയതയല്ല. സമുദായം ഐക്യപ്പെടുന്നത് ഭീകരതയല്ല. അതുകൊണ്ട് സമുദായം സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഐക്യപ്പെടാന്ന് പറയുന്നവർക്ക് ലയിച്ചു പോകുമോ എന്ന പേടിയും വേണ്ട. ഐക്യം ഒരിക്കലും ലയനമല്ല. ഇവര് പേടിച്ചതും അതാണ്. രണ്ട് സമസ്തയും കൂടി ഇങ്ങോട്ട് ഐക്യപ്പെടുമെന്ന് കേട്ടപ്പോ വിചാരിച്ചത് രണ്ടും കൂടി ഒന്നാകാണ്. അങ്ങനെ ലയിക്കുകയാണെങ്കിൽ പിന്നെ ഗൾഫിക്കും വിദേശ രാജ്യത്തേക്കും ഒക്കെ മൂപ്പര പോവുക. പിന്നെ ഞമ്മക്ക് അങ്ങോട്ട് പോക്ക് കിടക്കൂല. പിന്നെ മാത്രമല്ല മുജാഹിദ് ജമാഅത്തേരോട് മറുപടി പറയാൻ ഒക്കെ ഇപ്പുറത്തെ ആൾക്കാരുള്ളൂ. ഇനി നല്ലൊരു പ്രസംഗം നടത്തുകയാണെങ്കിൽ അതും അവിടെയുള്ളൂ. അപ്പൊ അതുകൊണ്ട് മൊത്തം പിന്നെ ഓലാവും. അതുകൊണ്ട് ഒരു കാരണവശാലും ആകാശം കണ്ട് പൊട്ടി വീണാലും ഐക്യപ്പെടാൻ പാടില്ല. ഇത് നമ്മുടെ സെക്രട്ടറിയുടെ പ്രസംഗം ആർക്കും എല്ലാരും കേട്ടല്ലോ. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു മുസ്ലിയാര് അല്ലെങ്കിൽ ഒരു മതപണ്ഡിതൻ തന്റെ അനുയായികൾക്ക് നൽകുന്ന നിർദ്ദേശം എന്ത് മനോഹരം, എന്ത് ചൊറുക്കുള്ള വർത്താനം. ഇതാണ് കേരള യാത്ര കൊണ്ട് കാന്തപുരം ഉസ്താദ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ സുന്നികളെ സങ്കടപ്പെടുത്തിയ ആ വാർത്ത നമുക്കൊന്ന് കേൾക്കാം. കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ജനുവരി 1 മുതൽ 17 വരെയാണ് നേരത്തെ തീരുമാനിച്ചത്. 17-ന് തിരുവനന്തപുരത്ത് വളരെ ഗംഭീരമായ രൂപത്തിൽ അതിൻ്റെ സമാപനം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് പരിശുദ്ധമായ റജബ് മാസത്തെ 27 പരിഗണിച്ച് 16-ലേക്ക് മാറ്റിയതായി എല്ലാവരെയും അറിയിക്കുകയാണ്. യാത്ര ക്രമീകരിക്കുന്നവർ അതനുസരിച്ച് സമാപനം 16-ലേക്ക് യാത്രയും മറ്റു കാര്യങ്ങളും ക്രമീകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേട്ടല്ലോ സഹോദരങ്ങളെ, സുന്നികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഘട്ടത്തിലാണെങ്കിൽ പോലും ഒരു ദിവസം കേരള യാത്ര ഒഴിവായി എന്ന് കേൾക്കുമ്പോൾ അത് വളരെയേറെ സങ്കടകരമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ശൈഖുനെ അടുത്തു കിട്ടുന്ന, അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു നിമിഷം പോലും പാഴാക്കാൻ പറ്റാത്തവരാണ് നമ്മൾ. എന്നാൽ ഒരു ദിവസം അനിവാര്യമായതുകൊണ്ട് തന്നെ കേരള യാത്രയിൽ നിന്ന് വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. 1 മുതൽ 16 വരെയുള്ള കേരള യാത്ര, ആ യാത്രയിൽ ഒത്തുചേരാനും അതനുഭവിച്ചറിയാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശൈഖുന കാന്തപുരം ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. യാത്ര ആരംഭിച്ച് സന്തോഷകരമായി യാതൊരു പ്രയാസങ്ങളോ വിഷമങ്ങളോ ഇല്ലാതെ തിരുവനന്തപുരത്ത് അവസാനിച്ച് സായുജ്യമടയാൻ, അത് നമുക്കെല്ലാവർക്കും നുകരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.